എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി അപ്ഡേറ്റ്സ് ആണ്. അപ്ഡേറ്റ്സ് ആണ്, പക്ഷെ എന്തിൻ്റെ എന്നുള്ളത് ഒരു പിടുത്തമല്ലല്ലോ, മറന്നുവല്ലോ. ആ ഇൻട്രോയിൽ അത് മാഞ്ഞുപോയി. ആണോ? സംഭവം ഇത്രേ ഉള്ളൂ. മമ്മൂക്ക, ലാലേട്ടൻ, ഫഫ, കുഞ്ചാക്കോ ബോബൻ, മഹേഷ് നാരായണൻ സിനിമേന്റെ അപ്ഡേറ്റ്സ് ആണ്. സിനിമേന്റെ പൂജേന്റെ കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചെറിയ രീതിയിലൊരു പരിപാടിയൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ, ശ്രീലങ്കയിൽ വെച്ചിട്ട്. ഇന്ന് ഗ്രാൻഡായിട്ട് മെയിൻ പരിപാടി. ഇന്ന് സിനിമയുടെ പൂജയാണ്. ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്. മമ്മൂക്കയും ലാലേട്ടനും എന്തായാലും ഉണ്ട്. അവര് വേണം, അവരില്ലാണ്ട് ഒരു പരിപാടി നടക്കൂല. രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. പൂജയുടെ കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോന്ന് അറിയാൻ നമ്മുടെ ലാലേട്ടൻ ചാരനം. ഞാൻ വിചാരിച്ചു നീ ആരെങ്കിലും അയച്ചിട്ടുണ്ടോ? അതല്ല, അത് നമുക്ക് ലാലേട്ടനോടും മമ്മൂക്കയോടും നേരിട്ട് ചോദിച്ചാൽ 2-3 ദിവസം മുമ്പേ നമ്മുടെ ലാലേട്ടൻ ശ്രീലങ്കയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളത് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ മറ്റൊരു കാര്യം കൂടിയും നമുക്ക് കിട്ടിയത്, ഒരു 112 എന്താ മോനെ എന്ന് അവിടെ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. തവണ എന്താ മോനെ. എന്തായാലും പൂജ ഇന്ന് ഭീകരം സംഭവത്തിന്റെ വീഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വരുമായിരിക്കൂലേ? പിന്നെന്താ, അനൗൺസ്മെന്റ് ഉണ്ടാവുമോ അറിഞ്ഞൂടാ. ഇന്നുണ്ടാവുമെന്ന് അറിഞ്ഞൂടാ, എന്തായാലും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ 2 ആഴ്ചയായിട്ടാണ് ശ്രീലങ്കയിലുള്ള ഷൂട്ടുള്ളത് കേട്ടോ. അതിനുശേഷം എവിടെയായിരുന്നു അളിയാ? അതിനുശേഷം വേറെ എവിടെയൊക്കെയോ ഉണ്ട്. അത് അവരപ്പാട് തീരുമാനിച്ചോളൂ. അത് ഇവിടുത്തെ തീരണ്ടേ, എന്നിട്ടല്ലേ മറ്റു ഏരിയ അല്ലേ? അത് അവരവിടുന്ന് തീരുമാനിച്ചോളൂ, നിങ്ങൾ തീരുമാനിക്കണ്ട. എന്തായാലും മമ്മൂക്കും ലാലേട്ടനും 2 ലുക്ക് ഈ സിനിമയിൽ ഉണ്ട് എന്നുള്ളതാണ് അറിഞ്ഞത്. അതും 2 വ്യത്യസ്ത ലുക്കില്. അതെ, സംഭവം ഞാനൊരു വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിന് സൗണ്ട് ഇല്ല. അടിപൊളി, വളരെ മികച്ച ഡൗൺലോഡറാണ്. രഞ്ജിത്ത് അമ്പാടി ഇതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 2 ലുക്കാണ്, സിനിമ എപ്പോൾ തുടങ്ങുന്നു, എന്തൊക്കെയാണ് ഈ വലിയ സിനിമ. അതായത് ഈ സാധനം ഇനി പറയാൻ പോകുന്നത് ആൾ പറഞ്ഞല്ല, അതായത് ഒരു മിനി 2020. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മിനി 2020 എന്ന് പറയാൻ പറ്റില്ല. അന്ന് 2020 ഏത് ലെവലിലായിരുന്നു, അതിന്റെ ഇരട്ടിയായിട്ട് വരുള്ളൂ. സത്യം. അന്നത്തെ കാലത്തെ, അതായത് അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പവർ അല്ല മറ്റുള്ള നടന്മാർക്കും ഇവർക്കും ഒക്കെ ഉള്ളത്. അതായത് മമ്മൂട്ടി, മോഹൻലാല് അന്നും ഇന്നും ഒരേ വലിപ്പം ഓക്കെയാണ്. പക്ഷേ അതിനുശേഷമുള്ള സ്റ്റാറുകളുടെ വലിപ്പം അന്നത്തതല്ല ഇന്ന് ഭീകരമാണ്. ആണെങ്കിലും ഇപ്പം 2020 ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല, ചാക്കോച്ചനും ഇല്ലായിരുന്നല്ലോ. ചാക്കോച്ചനുണ്ട്, ഡാൻസിൽ വന്നിട്ട്. ശരി, ഒരു ഡാൻസ് സീനിൽ വരുന്നുണ്ട്. മറ്റേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫഫ വേറെ ലെവലാണ് ഇപ്പം. അപ്പൊ ഫഫ ഇതിനകത്ത് വരുന്നു, ചാക്കോച്ചൻ വരുന്നു. അപ്പൊ ഇതിന്റെ വലിപ്പം എന്തായാലും കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. ഇനി മറ്റു കാസ്റ്റിംഗ്, അതായത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന കുറച്ച് റൂമേഴ്സ് ഉണ്ട്. ഇതില് വലിയ ഒരുപാട് താരങ്ങൾ നമ്മുടെ മലയാളത്തിൽ നിന്നും പിന്നെ പുറത്തു നിന്നും ഇറക്കുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടത്. അത് ആരൊക്കെ എന്തൊക്കെയാണെന്ന് പറയാം. അതിൽ ഞങ്ങളറിഞ്ഞ സത്യങ്ങളും വിളിച്ച് പറയാം. സത്യങ്ങളെന്ന് പറയണ്ട, ഞങ്ങളറിഞ്ഞ കള്ളങ്ങളെന്ന് പറയാം. സത്യം ആകുമ്പോൾ ഞങ്ങൾ പറയും ഇതൊക്കെ ഞങ്ങൾ സത്യമായിരുന്നു. ഓക്കെ, നമ്മുടെ തലതട്ടപ്പന്മാരായ ലാലേട്ടനും മമ്മൂക്കയും ഈക്വൽ റോളിൽ സിനിമയിലുണ്ട്, നോ ഡൗട്ട്. ഓക്കെ, ഇനി പറഞ്ഞു കേട്ട മറ്റു പേരുകൾ. നസ്ലൻ സിനിമയിൽ പ്രധാന കഥാപാത്രം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കേട്ടത്. ഇത് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. ഞാൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. പോന്നല്ലേ. ഓക്കെ, അടുത്തത് ടൊവിനോ തോമസ് ഈ സിനിമയിലുണ്ട് എന്നുള്ളത് റൂമേഴ്സ് വന്നിട്ടുണ്ട്. അതും തെറ്റാണെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ, അടുത്തത് സൗബിൻ സാഹിർ, ആളും ഈ സിനിമയിൽ ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത്. ഇതൊക്കെ വെറുതെ അങ്ങ് അടിച്ചിറക്കുകയാണോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. ഇത് ഞങ്ങളും അങ്ങനെ അടിച്ചിറക്കുന്നതായിട്ട് കരുതിയാൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് ഉണ്ണി മുകുന്ദൻ. തീർച്ചയായിട്ടും ഉണ്ടാവും. തീർച്ചയായിട്ടും ഇല്ല. 2 സൈഡ് നിൽക്കുന്ന എപ്പോഴും നല്ലതാണ്. ശരി, ഇല്ല. പിന്നെ ഫഫ ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും കയറി വന്നതാണ്. അതെ, തിക്കി തിരക്കി കയറി വന്നതാണ്. ചെറിയൊരു ഗ്യാപ്പ് കിട്ടി, ഒരു കൂട്ടം ആൾക്കാർ നിന്ന് സിനിമ ചർച്ച ചെയ്യുന്നുണ്ടു, വലിഞ്ഞു കയറി വീണ്ടും. അതായത് ആസിഫ് അലിയെ പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്ക് എന്തോ ഡേറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ആൾക്ക് ഫഹദ് ഫാസിലിന്. അപ്പോൾ ആസിഫ് അലിയെ ചെറുതായിട്ടൊന്ന് പരിഗണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഡേറ്റ് ക്ലാഷൊക്കെ തീർപ്പാക്കിയിട്ട് ഇത്രയും വലിയൊരു സിനിമ നടക്കുമ്പോൾ ഞാനില്ലാതെ എടാ മോനെ എന്ന് പറഞ്ഞ് കയറി ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ നിൻ്റെ ഇടമോനെ കുറച്ച് മതി, എൻ്റെ എന്താ മോനെ അല്ല
എന്താ മോനെ അത് മതി എന്ന് ലാലേട്ടൻ. ഓക്കെ, എന്തായാലും മറ്റു കാസ്റ്റിംഗിൽ റൂമേഴ്സ് വന്ന കുറച്ച് പേരും കൂടി പറയാണ്. കുറച്ച് പേരും കൂടി ഉണ്ട്. നയൻതാര, ഇത് സത്യമാണ് എന്നാണ് നമ്മൾ അറിഞ്ഞത്. കേട്ടർക്കും അങ്ങനെയാണ്. നയൻതാര ഇന്നാണ്. ചാക്കോച്ചൻ ആൾറെഡി ഉള്ളതാണ്, അത് ഓൾറെഡി ഓക്കെ ആണ്. പിന്നെ ഡോക്ടർ ശിവരാജ് കുമാർ, ഇത് ഫേക്ക് ആണെന്നാണ്. ഡോക്ടർ ശിവരാജ് കുമാറിന് ഇപ്പൊ എല്ലായിടത്തും കൊണ്ടുപോയിടുന്നുണ്ട്. എല്ലായിടത്തും ഉണ്ട്. വെറുതെ ആളാണ് ഈ നല്ലൊരു നടനാണ്, അതല്ല കേട്ടോ, ആൾക്ക് ഒരു സ്റ്റാർഡം ഉണ്ട് താനും. അത് വെച്ചിട്ട് എല്ലായിടത്തും ഏത് സിനിമ വന്നാലും അതിനകത്തൊക്കെ കൊണ്ടുപോയിടുക. എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ അതൊന്നും. അല്ലേ, നമ്മുടെ ആള് പറയണേ, ഇത് ഡോക്ടർ ശിവരാജ് കുമാർ പറയണേ, ഞാൻ ഏതോ ഒരു സമയത്ത് പോയി ജയിലറിൽ അഭിനയിച്ചു, അത് ഹിറ്റായി. ഇപ്പൊ സൗത്തിന്റെ മൊത്തം ഓടി നടന്ന സിനിമ ചെയ്യേണ്ട അവസ്ഥയാണ് എനിക്കത്. ഒരു വസ്തു ഇല്ല, ഉള്ളതും ഇല്ലാത്തതിലും ഞാൻ അഭിനയിക്കുന്നുണ്ട്. സത്യമായിട്ടും എന്റെ പോലോ. എന്താണെങ്കിലും ഇന്നത്തെ പൂജ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് തന്നെ പേരൊക്കെ പുറത്തു വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സിനിമയുടെ വന്ന് കഴിഞ്ഞാൽ ശരിക്കും മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ എന്ന് തന്നെ പറയാല്ലേ, വരാനിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും വലിയ സിനിമ. അത് ബഡ്ജറ്റ് ബേസിലാണെങ്കിലും എല്ലാ ബഡ്ജറ്റ് എമ്പുരാനാണ്. 80 കോടി. എമ്പുരാനാണോ കൂടുതലോ അതോ ഇതിനാണോ കൂടുതൽ? ഇത് തന്നെയല്ല ഏറ്റവും കൂടുതൽ. 80 നിൽക്കൂലത്. അതാണ് കാരണം ഇത് ഉറപ്പല്ലേ, 80 ആദ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ താരങ്ങളൊക്കെ വന്നത്, ഇത് വീണ്ടും വീണ്ടും വലുതാവുകയുള്ളൂ. അതാണ് ഇപ്പോൾ എസ് രാജമൗലി നാളെ വരുന്നത്. തെറ്റിക്കലടാ, തെറ്റിക്കല്ലേ. നീ കളിക്കരുത്, നീ പറഞ്ഞ കേൾക്കൂല. എന്റെ അവയവങ്ങൾ ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. അത് ചെവിയിലൂടെ ഒരു മൂളലല്ലേ, കേൾക്കണ്ട, അത് കേൾക്കണ്ട. ഓക്കെ, അപ്പോ കേൾക്കണ്ടത് കേൾക്കൂലേ, കേൾക്കൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡോക്ടർ ശിവരാജ് കുമാർ അല്ലേ, അത് ഒരു പുറത്തുനിന്നുള്ള ഒരാൾ എന്നുള്ള രീതിയിലാണല്ലോ പരിഗണിക്കുന്നത്. അപ്പോൾ അതുപോലെ വേറൊരാളെ പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞത്. അപ്പം ഈ അങ്ങനെ വരുമ്പോൾ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ആൾക്കാരുണ്ടാകുമ്പോൾ സിനിമയ്ക്ക് അതിൻ്റെതായ വലുപ്പമുണ്ട്. പിന്നെന്താണെന്നറിയോ, ബഡ്ജറ്റ് എത്ര മുടക്കിയാലും ഇത് ശിവരാജ് കുമാറിന്റെ മുകളിൽ വലുപ്പമുള്ള ആളാണ് നോക്കുന്നത്. കൊള്ളാം, പറയാൻ പറ്റില്ല, അതുകൊണ്ട് പറയുന്നില്ല. പറയണ്ട, പക്ഷെ ഈ സാഹചര്യത്തിൽ പറയാൻ പറ്റൂല. അപ്പോ ഈ 80 കോടി എന്ന് പറയുന്നത് 100 ആയാലും വലിയ, അല്ലെങ്കിൽ എല്ലാ ഇൻഡസ്ട്രിയിൽ നിന്നും ആൾക്കാരുണ്ടെങ്കിൽ അവിടെയൊക്കെ എന്താ പറയാ, മൊത്തത്തിൽ റിലീസാകുമ്പോൾ ബഡ്ജറ്റ് എത്ര കൂടിയാലും അതിനകത്തൊരു വിഷയം വരുന്നില്ല കളക്ഷനിൽ. നല്ല സിനിമയാണെങ്കിൽ നല്ല സിനിമയാവും, അല്ലെങ്കിൽ വിവരം വെക്കും. ഇത് നല്ല സിനിമയാകും. എന്താ കാരണം അറിയോ, കമൽഹാസനെ വെച്ച് മഹേഷ് നാരായണൻ പ്ലാൻ ചെയ്ത സിനിമയാണിത്. അതിലേക്ക് ആണ് ലാലേട്ടൻ വരുന്നത്. അത് സുരേഷ് ഗോപിൻ്റെ റോളിലേക്കാണ് നമ്മുടെ ലാലേട്ടനെ പരിഗണിക്കുന്നതാണ് കേട്ടത്. പക്ഷെ അത്ര സ്ക്രീൻ സ്പേസ് അല്ല ഇപ്പോൾ ലാലേട്ടനുള്ളത്. ലാലേട്ടൻ എത്തിയപ്പോഴേക്കും അത് വലുതായി. അതായത് മമ്മൂക്കയ്ക്കും ലാലേട്ടനും ഒരേ ഈക്വലൻ, മറ്റേ എന്താ പറയാ, ഈക്വലനോ സോറി ഈക്വൽ മന്മഥൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈക്വലൻ ഇപ്പൊ തൽക്കാലം നീ ഈക്വലിന് പിടിക്ക്. ഞാൻ പറയാൻ വന്ന കാര്യം രണ്ടുപേർക്കും പ്രധാനപ്പെട്ട തുല്യമായ സ്ഥാനമുള്ള സിനിമയാണെന്നാണ് കേട്ടിട്ടുള്ളത്. ഇതൊക്കെ ആർക്കും പറയാടോ, ലാലേട്ടനും മമ്മൂക്ക ഒരുമിച്ച് വരുന്നു, ഈക്വൽ റോൾ അല്ലാതെ ഇവര് വരില്ല എന്നുള്ളത്. അപ്പൊ ആ ഒരു ഇത് നരസിംഹത്തിലും മമ്മൂക്ക വന്നത് ഈക്വൽ റോൾ അതേപോലെ തന്നെ വരാൻ എന്താ പ്രശ്നം? അങ്ങനെ തർക്കിക്കാൻ നിൽക്കരുത് കേട്ടോ. പക്ഷെ അങ്ങനെ നടക്കുന്ന നല്ലത്, അതായത് അങ്ങനെയാണ് നല്ലതാണ്. ഒരു വെപ്പ് ഇപ്പൊ വെച്ചത് എവിടെയാണ്, അവിടെ നിൽക്കട്ടെ, അവിടെ തന്നെ വണ്ടി വിട്ടോ, എന്താണെങ്കിലും പോവല്ലേ. എന്താണെങ്കിലും ഇത് എങ്ങനെയാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയേക്കുന്നത് ഒരു ഐഡിയ ഇല്ല. ഈ വീഡിയോ വണ്ടി വിട്ടോ, നമുക്ക് കിഴി എപ്പിസോഡിലേക്ക് കയറാനുള്ളതാ. എന്റെ മോനെ ഈ അവസ്ഥയിലെ കിഴി എപ്പിസോഡിൽ കയറുന്നെങ്കിൽ ഇന്നത്തെ ദിവസം കിഴി എപ്പിസോഡ് കാണണ്ട, അത് നല്ലത്. നിങ്ങള് മാക്സിമം സ്കിപ്പ് ചെയ്തോ, സത്യമായിട്ട് പറയാം. ഇത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. നല്ല വിശേഷമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.